നമസ്കാരം. ഇന്ത്യൻ ടെലികോം വിപണിയിൽ ആരാണ് കേമൻ എന്നൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള മത്സരത്തിലാണ് ഇവിടെയുള്ള ടെലികോം കമ്പനികൾ എന്ന് പറയണം. അങ്ങനെ തെളിയിക്കാനുള്ള മത്സരത്തിലെ പ്രധാന ആൾക്കാരും കമ്പനികളും ഒക്കെയാണ് ജിയോയും BSNL-ഉം. അതിനാൽ തന്നെ പല വിദ്യകളും ഇരു കമ്പനികളും പയറ്റുന്നുണ്ടെന്ന് പറയണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇവരുടെ റീചാർജ് പ്ലാനുകൾ. ജിയോ ഒരു പ്ലാൻ കൊണ്ടുവന്നാൽ അതിനെ മറികടക്കാൻ എന്ത് നല്ല പ്ലാനുകൾ അവതരിപ്പിക്കാം എന്നുള്ള ചിന്തകളുമായിട്ട് എത്തുകയാണ് BSNL പൊടുന്നനെ തന്നെ. അവർ അവതരിപ്പിക്കുന്ന പല പ്ലാനുകളും ഇപ്പോൾ ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നത് ജിയോയ്ക്ക് വലിയ ഇടിവ് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. തിരിച്ചും ഏതാണ്ട് എങ്ങനെ തന്നെയാണെന്ന് പറയാം. അങ്ങനെ മത്സരാധിഷ്ഠിതമായ വിപണിയിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ കിടിലൻ റീചാർജ് പ്ലാനുകൾ ഈ കമ്പനികൾ അടിക്കടി ഉപഭോക്താക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തെ മറ്റേത് ടെലികോം കമ്പനി ഏതൊക്കെ ആശയങ്ങളുമായി രംഗത്ത് വന്നാലും BSNL-ന്റെ ജനപ്രീതി സ്വന്തമായൊരു സ്വപ്നം സ്വന്തം തന്നെയാണ്. അത്രകണ്ട് ജനങ്ങളുമായി BSNL ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് പറയാം. മാറുന്ന സാങ്കേതിക വിദ്യയുടെ കാലത്തും കേവലം 4G വേഗത വെച്ചുകൊണ്ട് മാത്രം കോടിക്കണക്കിന് ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ജിയോയും എയർടെലും വിഐയും ഒരുമിച്ച് നിന്നാലും BSNL-നെ തട്ട് താണു തന്നെ ഇരിക്കുമെന്ന് ആരാധകർ പറയുന്നു. അത് വെറുതെയല്ല. അതിന്റെ കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അവരുടെ പ്ലാനുകൾ തന്നെയാണ്. അതുപോലെയുള്ള നീണ്ട വാലിഡിറ്റിയും ഒക്കെയാണ്. അധികം വൈകാതെ 5G-യിലേക്ക് കൂടി BSNL ചുവടുമാറുമ്പോൾ തന്നെ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഉപഭോക്താക്കൾക്ക് ഉള്ളതെന്ന് പറയാം. ഇതിനിടയിലും BSNL തങ്ങളുടെ ഉപഭോക്താക്കളെ മറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കുറഞ്ഞ നിരക്കിൽ അടിപൊളി ഓഫറുകൾ നൽകാൻ BSNL തയ്യാറാവില്ല എന്ന് പറഞ്ഞേ മതിയാകൂ. അതായത് വെറും 100 രൂപയിൽ താഴെ മാത്രം ചിലവാക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ നൽകുന്ന BSNL പ്ലാനുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായുള്ള കാര്യം. 97 രൂപയുടെ പ്ലാനാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ പ്ലാൻ 15 ദിവസത്തേക്കാണ് കമ്പനി വാലിഡിറ്റി നൽകിയിരിക്കുന്നത്. ഇതിൽ 30 GB ഡേറ്റ കമ്പനി ഉപഭോക്താക്കൾക്കായി നൽകിയിരിക്കുന്നു. പ്രതിദിന ഡേറ്റ പരിധി അവസാനിപ്പിച്ചതിനു ശേഷം വേഗത 40 kbps ആയി കുറയും. ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത സൗജന്യം കോളിംഗ് ആനുകൂല്യവും നിങ്ങൾക്ക് ലഭ്യമാകും. 97 രൂപ പ്ലാനിൽ ഇത് 18 ദിവസത്തേക്ക് ഉപഭോക്താക്കൾക്ക് വാലിഡിറ്റി നൽകുന്ന ഒരു പ്ലാനാണ്. മൊത്തം 36 GB ഡേറ്റ, അതായത് 2 GB പ്രതിദിന ഡേറ്റ ഓഫറിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 97 രൂപയുടെ റീചാർജ് പ്ലാൻ പോലെ തന്നെ ഈ പ്ലാനും പ്രതിദിന ഡേറ്റ പരിധിയിൽ പിന്നിട്ടാൽ ഇന്റർനെറ്റ് വേഗത 40 kbps ആയി കുറയുമെന്ന് കൂടി കാര്യം ഇവർ ഓർക്കണ്ട് പറയുന്നുണ്ട്. പിന്നീടുള്ളത് 58 രൂപയുടെ പ്ലാനാണ്. വെറും 58 രൂപയ്ക്ക് ഉപഭോക്താക്കൾക്ക് ഇന്റർനെറ്റ് ആക്സസിനോടൊപ്പം തന്നെ 7 ദിവസത്തെ വാലിഡിറ്റി കൂടി ലഭിക്കുന്നു എന്നതാണ് ഈ പ്ലാനിന്റെ പ്രത്യേകത. പ്രതിദിന ഇന്റർനെറ്റ് പരിധി തീർന്നു കഴിഞ്ഞാൽ വേഗത 40 kbps ആയി കുറയുമെന്നത് ഈ പ്ലാനിലും അവർ പറയുന്ന ഒരു കാര്യമാണ്. താങ്ങാനാവുന്ന വിലയിൽ താൽക്കാലിക പരിഹാരം ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് ഈ പ്ലാൻ ഏറ്റവും അനുയോജ്യം തന്നെയാണെന്നും പറയാം. 87 രൂപ പ്ലാനിൽ കേവലം 87 രൂപയ്ക്ക് ഈ പ്ലാനിൽ 14 ദിവസത്തേക്ക് 1 GB പ്രതിദിന ഹൈ സ്പീഡ് ഡേറ്റ നൽകുന്നു എന്നതും കൂടി പറയുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നിരവധി പ്ലാനുകൾ ഇതിനടിയിൽ വരുന്നുണ്ട്. ഡേറ്റ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പ്ലാനുകൾ പറയുന്നുണ്ട്. ഡേറ്റ കൂടിക്കഴിഞ്ഞാൽ ആഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളും ഇതിന്റെ താഴെ പറയുകയാണ്. എല്ലാം തന്നെ വളരെയധികം തുച്ഛമായ വിലയിൽ എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. 100 രൂപയ്ക്ക് താഴെ ഇത്തരത്തിൽ ലഭിക്കുക എന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണെന്ന് തന്നെ തീർച്ചയായും പറയാൻ സാധിക്കും.